സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിനായക ചതുർത്ഥി, വിജയദശമിയൊക്കെ കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ കടലിലോ നദിയിലോ ഒക്കെ ഒഴുക്കുന്നതാണ് സാധാരണയായിട്ട് പതിവ്. ഇതിനെ വിസർജനം ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത്തരം ഒരു ചടങ്ങ് വിനായക ചതുർത്ഥിക്ക് വിഗ്രഹം നദിയിലേക്ക് തള്ളിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടെ അതിൻ്റെ പൂജാ സാധനങ്ങളും കൂടെ ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ കടലിൽ ഈ വിഗ്രഹം ഒഴുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു തെറ്റായ ധാരണ എന്താണെന്ന് വെച്ചാൽ അർദ്ധരാത്രിയിൽ വല്ല തോണിയിലോ മറ്റോ കൊണ്ടുപോയി കടലിൽ നിക്ഷേപിക്കാവും എന്നതായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് വിജയദശമി കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയത്. ബീച്ചിനടുത്തെത്തിയപ്പോൾ ഒരു ട്രാക്ടറിൽ ദുർഗാദേവിയുടെ വിഗ്രഹം കൊണ്ടുവന്നു. ഞങ്ങൾ ആ ട്രാക്ടറിനെ പിന്തുടർന്ന് കടലിലെത്തി. എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കടൽക്കരയിൽ പരന്ന് കിടക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്ത വിഗ്രഹങ്ങൾ, പകുതിയിലേറെയും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതും അല്ലാത്തതുമായിട്ടുള്ള വിഗ്രഹങ്ങൾ. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണത്. ഇങ്ങനൊരു കാര്യം ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് പോലും ഞാൻ അന്നാണ് അറിയുന്നത്. സ്ത്രീകളും കുട്ടികളുമായിട്ട് ഒരുപാട് ഭക്തജനങ്ങളുണ്ടായിരുന്നു. ട്രാക്ടർ കടൽക്കരയിൽ നിർത്തി ആ മനോഹരിയായ ആ ശില്പത്തിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ആ മനോഹരിയായ ശില്പത്തെ ഒരുപാട് ആൾക്കാർ കൂടി വളരെ ബുദ്ധിമുട്ടി കടലിൽ കുറച്ചധികം നടന്നിട്ട് വലിയൊരു തിര വന്നപ്പോൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ പോകുമ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ കടലിൽ ഈ വിഗ്രഹങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ അതിൻ്റെ കാലിൻ്റെ താഴെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊരു ദൈവം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാറി മാറി നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കഴിയുന്നതുപോലെ പോയി ഞങ്ങൾ വീഡിയോ എടുത്തു. ചുരുക്കി പറഞ്ഞാൽ വിശേഷ ദിവസങ്ങളിൽ ആ ദേവി അല്ലെങ്കിൽ ആ ദേവനെയൊക്കെ വരവേൽക്കുകയും അതുപോലെ തന്നെ ആദരവോടെ തന്നെ തിരിച്ച് അവരുടെ ലോകത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അതാണ് ഈ പ്രോസസ്സ്. ജീവിതത്തിൻ്റെ ചക്രം, സൃഷ്ടി, സ്ഥിതി, ലയം എന്നിവയാണിത് സൂചിപ്പിക്കുന്നത്. അതായത് മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹം വീണ്ടും വെള്ളത്തിലൂടെ മണ്ണിലേക്ക് മടങ്ങുന്നു. ഈ ഭക്തജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഇത് കണ്ട് ആസ്വദിച്ച ശേഷം മടങ്ങി. ശുഭം.